കേരളത്തിലെ ജയിലുകളിലുള്ള ശിക്ഷാ തടവുകാർക്ക് നൽകുന്ന ദിവസക്കൂലി ഇന്ന് ചർച്ചാ വിഷയമാണ്. ദിവസം 620 രൂപ കൂലി ലഭിക്കുന്ന തടവുകാരന് 10 വർഷം തടവ് കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ 18 ലക്ഷം രൂപയുമായി പുറത്തിറങ്ങാം. ജയിലുകളിൽ ഭക്ഷണവും താമസവും വസ്ത്രവും എല്ലാം സൗജന്യമായതുകൊണ്ട് തന്നെ മറ്റ് ചിലവുകൾ ഒന്നുമില്ല. ആശാ വർക്കർമാർക്ക് ദിവസവേതനം 400 രൂപയും തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ദിവസവേതനം 369 രൂപയും കശുവണ്ടി തൊഴിലാളികൾക്ക് ദിവസവേതനം 538 രൂപയും മാത്രം ഉള്ളപ്പോൾ കൊലപാതകവും പിടിച്ചുപറിയും ഒക്കെ നടത്തിയിട്ട് ജയിലിൽ വന്ന് കിടക്കുന്നവർക്ക് 620 രൂപ ദിവസക്കൂലി നൽകുന്നത്. വെറും 63 രൂപയായിരുന്ന ദിവസക്കൂലിയാണ് ഈ കഴിഞ്ഞ തിങ്കളാഴ്ച 530 രൂപയായി വർദ്ധിപ്പിച്ചത്. 127 രൂപയായിരുന്നത് സെമി സ്കിൽഡ് ജോലിക്ക് 560 രൂപയും 152 രൂപയായിരുന്ന സ്കിൽഡ് ജോലികൾക്ക് 620 രൂപയായും വർദ്ധിപ്പിച്ചു. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 3 മണിക്ക് ആഭ്യന്തര മന്ത്രാലയം പുറത്തിറക്കിയ ഈ കൂലി വർധന വിജ്ഞാപനം ഒരു മാധ്യമങ്ങളും അന്നേരം ഏറ്റെടുത്തില്ല. ചൊവ്വാഴ്ച പ്രസിദ്ധീകരിച്ച പത്രങ്ങളിൽ ഈ വാർത്ത വന്നില്ല. എന്നാൽ തിങ്കളാഴ്ച തന്നെ ഇത് എന്റെ ശ്രദ്ധയിൽപ്പെടുകയും ചൊവ്വാഴ്ച രാവിലെ തന്നെ ഇതിനെക്കുറിച്ച് വളരെ ഇൻട്രസ്റ്റിംഗ് ആയ രീതിയിൽ ഞാൻ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. തുടർന്ന് ഉച്ച കഴിഞ്ഞ് പല വാർത്തകളിലും ഇത് ഇടം നേടി. ബുധനാഴ്ച പത്രങ്ങളുടെ ഫ്രണ്ട് പേജ് വാർത്തയായി ഈ വാർത്ത ഇടം നേടി. തുടർന്നാണ് പല ഓൺലൈൻ മാധ്യമങ്ങൾ പോലും ഈ വാർത്ത ഏറ്റുപിടിച്ചത്. ഇതൊക്കെ പറയുമ്പോൾ ഞാൻ വീഡിയോ ചെയ്തത് കൊണ്ടാണ് മറ്റുള്ള മാധ്യമങ്ങൾ ഇത് ശ്രദ്ധിച്ചത് എന്നല്ല അർത്ഥം. ഞാൻ പറയുന്നത് മറ്റുള്ള മാധ്യമങ്ങൾ രാജിവെക്കുമോ എന്ന് ചോദിച്ചു നടക്കുന്ന സമയത്ത് മികച്ച ഒരു വാർത്തയാണ് ഇതെന്ന് മനസ്സിലാക്കി പ്രാധാന്യം നൽകി ഒരു വീഡിയോ അതിനെക്കുറിച്ച് ഞാൻ ചെയ്തു. പക്ഷേ എന്റെ ദുഃഖം പങ്കുവയ്ക്കട്ടെ, 100 പേര് പോലും ആ വീഡിയോ കണ്ടില്ല. ആ വീഡിയോയുടെ ലിങ്ക് കമന്റിലും ഡിസ്ക്രിപ്ഷനിലും ഇട്ടിട്ടുണ്ട്. ആ വീഡിയോ അത്രയധികം മോശമാണോ എന്ന് അത് കണ്ടു നോക്കിയിട്ട് നിങ്ങൾ ഒന്ന് അഭിപ്രായം പറയൂ. ഏതായാലും വിഷയത്തിലേക്ക് കടന്നു വരാം. നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ളത് പോലെ ജയിലുകളിൽ മട്ടൻ ബിരിയാണിയും ചിക്കൻ ബിരിയാണിയും ബീഫ് കറിയും മീൻ കറിയും ഒക്കെ അടങ്ങുന്ന ഭക്ഷണമാണോ 3 നേരവും ഉള്ളത്? ഏതായാലും അതൊന്നും നോക്കാം. പണ്ട് ജയിലുകളിലെ ഭക്ഷണം കഞ്ഞിയായിരുന്നു, പിന്നെ ഗോതമ്പുണ്ട വന്നു, പിന്നെ ചപ്പാത്തി വന്നു. ഇതൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. ഇപ്പോൾ എന്തൊക്കെയാണ് അവിടുത്തെ ഭക്ഷണം? മികച്ച ഡയറ്റ് അനുസരിച്ചുള്ള ഭക്ഷണമാണ് ഇപ്പോൾ ജയിലുകളിൽ തടവുകാർക്ക് നൽകുന്നത്. അതിനൊരു മെനു തന്നെയുണ്ട്. നാം അവരെ തടവുകാർ എന്ന് പറയുമെങ്കിലും കുറ്റം ചെയ്തിട്ട് ശിക്ഷ അനുഭവിക്കുന്നവരെന്ന് പറയുമെങ്കിലും സർക്കാർ ഭാഷയിൽ അവർ ജയിൽ അന്തേവാസികളാണ്. കൃത്യമായ അളവിലാണ് ഓരോ നേരവും അവർക്ക് ഭക്ഷണം നൽകുന്നത്. നമ്മെ പോലെ ഒരു നേരം അമിതമായ ആഹാരവും അടുത്ത നേരം തികയാത്ത ആഹാരവും അവരുടെ ഡിക്ഷണറിയിൽ ഇല്ല. ആഴ്ചയിലെ ഓരോ ദിവസവും പ്രഭാത ഭക്ഷണങ്ങൾ വ്യത്യസ്തമായിരിക്കും. ഉച്ചയൂണും അത്താഴവും അതുപോലെ തന്നെ. ഞായറാഴ്ച രാവിലെ ഇഡലി അല്ലെങ്കിൽ ദോശ, കൂടെ സാമ്പാർ, ഒപ്പം ചായ. തിങ്കളാഴ്ച രാവിലെ ചപ്പാത്തിയും കടലക്കറിയും ചായയും. ചൊവ്വാഴ്ച രാവിലെ ഉപ്പുമാവും പഴവും ചായയും. ബുധനാഴ്ച രാവിലെ ചപ്പാത്തിയും കടലക്കറിയും ചായയും. വ്യാഴാഴ്ച ഉപ്പുമാവ് ഗ്രീൻ പീസ് കറി ചായ. വെള്ളിയാഴ്ച ചപ്പാത്തി കടലക്കറി ചായ. ശനിയാഴ്ച ഉപ്പുമാവ് പഴം അല്ലെങ്കിൽ ഗ്രീൻ പീസ് കറി ഒപ്പം ചായ. ഇതാണ് പ്രഭാത ഭക്ഷണ ഇനങ്ങൾ. ഇനി ഊണിലേക്ക് വരുമ്പോൾ ഓരോ ദിവസവും കറികളിൽ വ്യത്യാസം വരുന്നുണ്ട്. ഞായറാഴ്ച ചോറ്, കൂടെ അവിയല്, തീയല്, തൈര്. തിങ്കളാഴ്ച ചോറ്, മീൻകറി, വറുത്ത പപ്പടമോ അല്ലെങ്കിൽ വറുത്ത പച്ചക്കറിയോ, കൂടെ പുളിശ്ശേരി. മത്സ്യത്തിന് വില കൂടുമ്പോൾ നമ്മൾ മീൻകറി വേണ്ടെന്ന് വെക്കുന്നത് പോലെ ഉള്ള കാര്യമൊന്നും ജയിലിലില്ല. ചൊവ്വാഴ്ചത്തെ ഊണിലേക്ക് വരുമ്പോൾ ചോറ്, അവിയല്, സാമ്പാർ, തൈര്. ബുധനാഴ്ച ചോറ്, കൂടെ മീൻകറി, അവിയല്, പുളിശ്ശേരി. വ്യാഴാഴ്ച ചോറ്, അവിയല്, സാമ്പാർ, തൈര്. വെള്ളിയാഴ്ച ചോറ്, അവിയല്, എരിശ്ശേരി, പുളിശ്ശേരി. ശനിയാഴ്ച ചോറ്, തോരൻ, മട്ടൻ കറി, പുളിശ്ശേരി. എല്ലാ ദിവസവും വൈകുന്നേരം കൃത്യമായി ചായയും ലഭിക്കുന്നുണ്ട്. ഇനി അത്താഴത്തിന് നൽകുന്ന ഭക്ഷണ വിഭവങ്ങളിലേക്ക് എത്താം. ഞായറാഴ്ച ചോറ്, തോരൻ, രസം. തിങ്കളാഴ്ച ചോറ്, കപ്പപ്പുഴുക്ക്, രസം, അച്ചാറ്. ചൊവ്വാഴ്ച ചോറ്, തോരൻ, പരിപ്പ് കറി. ബുധനാഴ്ച ചോറ്, കപ്പപ്പുഴുക്ക്, രസം, അച്ചാറ്. വ്യാഴാഴ്ച ചോറ്, തോരൻ, തീയല്. വെള്ളിയാഴ്ച ചോറ്, തോരൻ, രസം. ശനിയാഴ്ച ചോറ്, കപ്പപ്പുഴുക്ക്, രസം, അച്ചാറ്. അപ്പോൾ ഇതാണ് ജയിലിലെ മെനു. പൂർണ്ണമായി വെജിറ്റേറിയൻ ആയവർക്ക് മീനിനും മട്ടനും പകരം പ്രത്യേകമായി ഉള്ളത് എന്തെങ്കിലും നൽകാറുണ്ട്. തുറന്ന ജയിലിലും കറക്ഷൻ ഹോമിലുമുള്ളവർക്ക് 100 ഗ്രാം ചോറും 340 ഗ്രാം കപ്പയും അധികം അനുവദിച്ചിട്ടുണ്ട്. ഇതുകൂടാതെ വിഷു, ഓണം, കേരളപ്പിറവി ദിവസങ്ങളിൽ പ്രത്യേക സദ്യയാണ് ഉള്ളത്. റംസാൻ, ബക്രീദ്, ക്രിസ്മസ്, ഈസ്റ്റർ ഉൾപ്പെടെയുള്ള വിശേഷ ദിവസങ്ങളിൽ ബിരിയാണി ഉൾപ്പെടെയുള്ള ഭക്ഷണങ്ങളുമുണ്ട്. അതുകൂടാതെ സ്വാതന്ത്ര്യ ദിനത്തിനും റിപ്പബ്ലിക് ദിനത്തിനും ഗാന്ധി ജയന്തിക്കും പ്രത്യേക ഭക്ഷണങ്ങളുണ്ട്. എല്ലാ കൊയ്ത്ത് കാലത്തിന്റെ അവസാനം ഒരു കൊയ്ത്ത് സദ്യയും തടവുകാർക്കുണ്ട്. കേരളത്തിൽ 4 സെൻട്രൽ ജയിലുകളാണുള്ളത്. ഇവിടെയെല്ലാം ഈ ഭക്ഷണ രീതി തന്നെയാണ് പാലിക്കുന്നത്. ജയിലിലെ ഭക്ഷണത്തെ കുറിച്ച് കേട്ടിട്ട് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? പങ്കുവയ്ക്കുക. അമിത ഭക്ഷണം ആരോഗ്യത്തിന് ദോഷമാണ്.
കൃത്യ അളവിൽ ഭക്ഷണം നൽകി ആരോഗ്യം സംരക്ഷിക്കുന്ന ഇടമാണ് ജയില്. മദ്യപാനം, പുകവലി എന്നീ ദുശ്ശീലമുള്ളവർക്ക് അത് ഉപേക്ഷിക്കാനും കഴിയുന്ന ഇടമാണ് ജയില്. ചെയ്യുന്ന ജോലിക്ക് മികച്ച കൂലി ഇനി മുതൽ കിട്ടും. അത് ഉപയോഗിച്ച് ജയിലിലെ ക്യാൻറ്റീനിൽ നിന്ന് ഇഷ്ടമുള്ളത് എന്തും വാങ്ങിക്കഴിക്കാം. സാധാരണ വില മാത്രമേ അവിടെയുള്ളൂ. പുറത്ത് ചായക്ക് 12 രൂപ, 15 രൂപ ഉള്ളപ്പോൾ ജയിലിലെ ക്യാൻറ്റീനിൽ 10 രൂപയെ ചായക്കുള്ളൂ. ബാക്കി തുക ശിക്ഷാ കാലയളവ് കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ ഒരുമിച്ച് കയ്യിലും കിട്ടും. ഇതിനിടയിൽ വരുന്ന ശമ്പള വർധനവ് എല്ലാം ബോണസാണ്. എന്ത് സുഖമാണല്ലേ? അവർക്ക് മാന്യമായ ഭക്ഷണം കൊടുക്കേണ്ടതുണ്ട്. അവർക്ക് മികച്ച സൗകര്യങ്ങൾ കിട്ടുന്നതിൽ എതിർപ്പ് നമുക്കില്ല. പക്ഷേ അവർ കുറ്റം ചെയ്തവരല്ലേ? കൊലപാതകവും പിടിച്ചുപറിയും ബലാത്സംഗവും മോഷണവും തട്ടിപ്പും എല്ലാം ചെയ്തവർ. ജനനത്തിനും മരണത്തിനും ഇടയിലെ ഒരു കാലയളവാണ് ജീവിതം. എവിടെയാണ് സ്വർഗം? ജയിൽവാസികൾ പറയുന്നു, വെൽക്കം ടു സെൻട്രൽ ജയിൽ.